From the data given below, calculate Calperson's coefficient of correlation. ഇതിൽ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ കോറിലേഷൻ കാണാനാണ്. കോറിലേഷൻ കാണാനാണെങ്കിൽ 3 മെത്തേഡ് ഉണ്ട്. അതിൽ ഫസ്റ്റ് മെത്തേഡാണ് ഡയറക്റ്റ് മെത്തേഡ്, സെക്കൻഡ് മെത്തേഡ് അസ്യൂംഡ് മീൻ മെത്തേഡ്, തേർഡ് മെത്തേഡ് ആക്ച്വൽ മീൻ മെത്തേഡ്. അതിൽ ഫസ്റ്റ് മെത്തേഡായ ഡയറക്റ്റ് മെത്തേഡിൽ എങ്ങനെയാണ് നമുക്ക് കോറിലേഷൻ കാണാൻ നോക്കാം. ഡയറക്റ്റ് മെത്തേഡിൽ കോറിലേഷൻ കാണാനുള്ള ഇക്വേഷനാണ് ആർ ഈക്വൽ ടു എൻ സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ഡിവൈഡ് ബൈ റൂട്ട് എൻ സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ ഇൻറ്റു റൂട്ട് എൻ സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ഹോൾ സ്ക്വയർ. ഇത് ഉപയോഗിച്ച് എന്ത് ചെയ്യാം, നമുക്ക് ഡയറക്റ്റ് മെത്തേഡിൽ കോറിലേഷൻ കാണാം. ആ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ആൻസർ കണ്ടെത്തണമെന്ന് വെച്ചാൽ കുറച്ച് കാര്യങ്ങൾ വേറെ കണ്ടെത്തേണ്ടതുണ്ട്. അതിൽ ആ ക്വസ്റ്റ്യനിൽ ഇപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് എന്നാൽ ഏജ് ഓഫ് ഹസ്ബൻഡ് ആൻഡ് ഏജ് ഓഫ് വൈഫാണ്. ഏജ് ഓഫ് ഹസ്ബൻഡാണ് എക്സ്, ഏജ് ഓഫ് വൈഫാണ് വൈ. ഇതിലങ്ങനെ കുറച്ച് വൈഫിൻ്റെ ഏജും ഹസ്ബൻഡിൻ്റെ ഏജാണ് തന്നിട്ടുള്ളത്. ഇനി നമ്മളിതിൽ ഇക്വേഷനിൽ ആക്കാൻ വേണ്ടിയിട്ട് എക്സ് വൈ കണ്ടെത്തണം, വൈ സ്ക്വയർ കാണണം, എക്സ് സ്ക്വയർക്ക് കാണണം. ഇക്വേഷൻ ഉപയോഗിച്ച് ആൻസർ കണ്ടെത്താൻ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ഈ സിഗ്മ എക്സ് വൈ ഒക്കെ കാണണം. അതിന് മുമ്പേ സിഗ്മ എക്സ് വൈ ഒക്കെ കാണുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, എക്സ് സ്ക്വയർ വൈ സ്ക്വയർ എക്സ് വൈ ഒക്കെ കാണാം. അതിൽ എക്സ് സ്ക്വയർ എങ്ങനെയാണ് കാണുന്നത് വെച്ചാൽ എക്സ് ഇൻറ്റു എക്സ് ആണ് എക്സ് സ്ക്വയർ. അതിന് എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ 25 എക്സ് എന്ന് വെച്ചാൽ 25ൻ്റെ സ്ക്വയർ കാണാം, എന്നാൽ 25 ഇൻറ്റു 25. അങ്ങനെ 25 ഇൻറ്റു 25 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, 625 കിട്ടും. അതാണ് എക്സ് സ്ക്വയർ. ഇനി അടുത്തത് വൈ സ്ക്വയർ എങ്ങനെ കാണാമെന്ന് വെച്ചാൽ വൈ ഇൻറ്റു വൈ. എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ വൈ 20 എങ്കിൽ എന്ത് ചെയ്യുക, 20 ഇൻറ്റു 20 അതാണ് വൈ സ്ക്വയർ. അപ്പോൾ നമുക്ക് 20 ഇൻറ്റു 20 ചെയ്യുമ്പം 400 കിട്ടും. അടുത്തത് എക്സ് വൈ. എക്സ് വൈ കാണാൻ ഇക്വേഷന് എക്സ് ഇൻറ്റു വൈ. എന്നാൽ എക്സ് ഇപ്പോൾ 25, വൈ 20 25 ഇൻറ്റു 20 ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, 500 കിട്ടും. അതാണ് എക്സ് വൈ. അങ്ങനെ നമ്മൾ ഓരോ എക്സിൻ്റെയും വൈൻ്റെയും അതേമാതിരി എക്സ് വൈൻ്റെയൊക്കെ കാണുമ്പോൾ ഇതേമാതിരി ടേബിൾ കിട്ടും. ഇതിലിപ്പോൾ എക്സ് എന്ന് പറയുന്നത് 26, അപ്പോൾ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് 676 ആവും. അതേമാതിരി വൈ എന്ന് പറയുന്നത് 22, അതിൽ വൈ സ്ക്വയർ എന്ന് പറയുമ്പം 484 ആവും. അതേമാതിരി എക്സ് 26 വൈ 22 ആകുമ്പം എക്സ് വൈ എന്ന് പറയുന്നത് 572 ആവും. ഇപ്പം നമ്മൾ 572 കണ്ടെത്തി. അതേമാതിരി നമ്മൾ ഓരോന്നും അങ്ങനെ കണ്ടെത്തുക. ഇനി അടുത്തതാണെന്ന് വെച്ചാൽ ഇക്വേഷനിൽ തന്നിട്ടില്ലേ ഈ സിഗ്മ എക്സ് സിഗ്മ വൈ അങ്ങനെയുള്ളത് കണ്ടെത്തുക. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ എക്സ് കോളത്തിൽ ഇപ്പോൾ സിഗ്മ എക്സ് കാണാണ്. ഇപ്പോൾ ഈ എക്സ് കോളത്തിലത്തെ ഓരോ നമ്പേഴ്സ് നമ്മൾ പ്ലസ് ചെയ്യുക. ഇപ്പോൾ 25 പ്ലസ് 26 പ്ലസ് 27 പ്ലസ് അങ്ങനെ നമ്മൾ പ്ലസ് ചെയ്യുക. അപ്പോൾ അങ്ങനെ പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, സിഗ്മ എക്സ് കിട്ടും. അതേമാതിരി സിഗ്മ വൈ കാണുക, സിഗ്മ എക്സ് വൈ അങ്ങനെ ഓരോന്നും കാണാം. അപ്പോൾ നമ്മളെല്ലാം പ്ലസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് സിഗ്മ എക്സ് ഈ 235 കിട്ടി. അതേമാതിരി ഈ സിഗ്മ വൈ കിട്ടി, സിഗ്മ എക്സ് വൈ സിഗ്മ എക്സ് സ്ക്വയർ അതെല്ലാം നമുക്ക് കിട്ടി. ഇതെല്ലാം പാടെ പ്ലസ് ചെയ്തിട്ട് ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുക. നമ്മൾ കണ്ടെത്തിയ കാര്യങ്ങളെല്ലാം ഇക്വേഷനിൽ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ആൻസർ കണ്ടെത്തുകയാണ്. അതിൽ എൻ എന്ന് പറയണത് എന്താണെന്ന് വെച്ചാൽ നമ്പർ ഓഫ് എക്സ് അല്ലെങ്കിൽ വൈ. അപ്പോൾ നമുക്ക് എക്സ് പറഞ്ഞാൽ നമ്മളത് ഹസ്ബൻഡിൻ്റെ ഏജാണ്. അതേപോലെ വൈ എന്ന് പറഞ്ഞത് വൈഫിൻ്റെ ഏജാണ്. അത് എത്രണ്ണാണോ തന്നിട്ടുള്ളത് അതിൻ്റെ എണ്ണമാണ് എൻ. നമുക്ക് തന്നിട്ടുള്ളത് 8 അപ്പോൾ നമ്മളെ എൻ എന്ന് പറയുന്നത് 8. അപ്പോൾ 8 ഇൻറ്റു സിഗ്മ എക്സ് വൈ. സിഗ്മ എക്സ് വൈ നമുക്ക് എത്ര കിട്ടി, 6062 മൈനസ് സിഗ്മ എക്സ് എന്ന് പറഞ്ഞത് 235 ഇൻറ്റു സിഗ്മ വൈ 203 ഡിവൈഡ് ബൈ റൂട്ട് എൻ. റൂട്ട് എൻ എന്ന് പറഞ്ഞാൽ
√8 ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ നമുക്ക് കിട്ടിയിട്ടുള്ളത് 6987 മൈനസ് ഇനി സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ. നമുക്ക് സിഗ്മ എക്സ് 235 കിട്ടിയത്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ കാണാം ഇൻറ്റു ഇനി √8 ഇൻറ്റു സിഗ്മ വൈ സ്ക്വയർ 5276 മൈനസ് സിഗ്മ വൈ ഹോൾ സ്ക്വയർ. അപ്പോൾ 203 ഹോൾ സ്ക്വയർ. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഇത് ചെയ്ത് നോക്കുകയാണ്. ഈ പ്ലസ് ഇൻറ്റു എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാണ്. അങ്ങനെ ഓരോന്ന് നമ്മൾ ചെയ്ത് നോക്കുക. ഇപ്പോൾ ഇക്വേഷനിൽ നമ്മൾ ഓരോ സംഖ്യ കൊടുത്തില്ലേ, അതിൻ്റെ ഇതാക്കിയിട്ട് ഓരോന്ന് ചെയ്യാം. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 0.966 എന്നാണ് ഉത്തരം കിട്ടിയിട്ടുള്ളത്.